നിപ്പയുടെ കാര്യം തന്നെ 2015 നിപ്പയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു വൈറൽ എൻസെഫലൈറ്റിസ് ആണെന്ന് അവിടെയുള്ള ഡോക്ടർമാർക്കും ഈ നേഴ്സിനും അടക്കം അത് മനസ്സിലാക്കാൻ സാധിക്കുകയും അത് നിപ്പയാണോ എന്നുള്ളൊരു കൺഫ്യൂഷനും സംശയവും അവിടെ ഉയരുന്നു. അപ്പോൾ അതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നു, അത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് അയച്ചു കൊടുക്കുന്നു, അത് കൺഫേം ചെയ്യുന്നു. അപ്പം ഈ പറഞ്ഞിട്ടുള്ള അവയർനെസ്സിൻ്റെയും ഈ പറഞ്ഞിട്ടുള്ള സർവൈലൻസ് മെക്കാനിസത്തിൻ്റെയും ഒരു ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് അവിടെയാണ് തുടങ്ങുന്നത്. ഒരു കേസ് വരുന്ന സമയത്ത് ആ കേസ് ഇതാവാമെന്നുള്ള ഒരു ആലോചന പോലും വരുന്നിടത്ത് നമ്മുടെ സർവൈലൻസ് മെക്കാനിസം വിജയിച്ചു എന്നാണ് പറയാൻ സാധിക്കുക. ഇപ്പോൾ 2018 നിപ്പയുടെ ഫസ്റ്റ് ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന സമയത്ത് 2000-ഓളം മനുഷ്യരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആദ്യ അവറുകളിൽ തന്നെ സർക്കാർ ക്വാറന്റൈനിൽ കൊണ്ടുപോകുന്നുണ്ട്. റൂട്ട് മാപ്പുകൾ പ്രസിദ്ധീകരിക്കുക, ഇവരുമായി സഹകരിച്ച ആളുകളെ ഇമ്മീഡിയറ്റ്ലി ഡിറ്റക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവരെ ക്വാറന്റൈൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് സർക്കാർ തലത്തിൽ നടന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പം ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു മെഡിക്കൽ സെന്റർ മുതൽ ഏറ്റവും ഉയർന്ന തട്ടിലുള്ള ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ദേശീയ തലത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ ഒരു ഏകോപനോടെ ഉറപ്പാകുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ മുതൽ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങൾ, വാർത്താ ചാനലുകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അലേർട്ട് ആകുന്നുണ്ട്. നിപ്പയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ICMR-നോട് ചേർന്നുകൊണ്ട് തന്നെ നമ്മൾ ലോക ആരോഗ്യ സംഘടന വഴി ഓസ്ട്രേലിയയിൽ നിന്ന് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് നമ്മൾ കേരളത്തിൽ എത്തിക്കാൻ സാധിച്ചു. ഇതുപോലെ തന്നെ ഭാവിയിൽ ഇതുപോലുള്ള ഔട്ട് ബ്രേക്കിനെയൊക്കെ നമ്മൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നുണ്ട്. കേരള ജനതയുടെ സഹകരണം എന്ന് പറയുന്നത് കുറച്ചുകൂടി എടുത്തു പറയേണ്ടതാണ്. അവർ ഗവൺമെൻറ്റിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നു, കൃത്യമായിട്ടുള്ള ക്വാറന്റൈൻ മര്യാദകൾ പാലിക്കുന്നു, അതുപോലെ തന്നെ കല്യാണങ്ങൾ നിർത്തിവെക്കുന്നു, പൊതുസമ്മേളനങ്ങളും പൊതുപരിപാടികളും ഒഴിവാക്കുന്നു, അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള പ്രാർത്ഥന നടപടികൾ അതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞിട്ടുള്ള നിപ്പയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരണങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, മുസ്ലിംസ് ഉണ്ടായിരുന്നു, ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം മരണാനന്തര ചടങ്ങുകളൊന്നും ഒരു തരത്തിലുള്ള മതപരമായ ആചാരങ്ങളോട് കൂടിയൊന്നും അല്ല നടന്നത്. വെറും ഈ പറഞ്ഞിട്ടുള്ള നിപ്പ പ്രോട്ടോകോൾ വഴിയാണ് മൂലമാണ് നടന്നത്. അപ്പോൾ ഒരു തരത്തിൽ ഒരു മത സംഘടനയോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആളുകളോ പുരോഹിതന്മാരോ ഇതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ ഇതിനെ പ്രതിഷേധമായിട്ട് വരികയൊന്നും ചെയ്തിട്ടില്ല. അവർ ഇതിൻ്റെ സീരിയസ്നെസ്സിനെ അതോടെ അംഗീകരിക്കുന്നുണ്ട്.